ക്ലാസ് 7 മാത്തമാറ്റിക്സ് ആനുവൽ ഇവാലുവേഷൻ 2025 മാർച്ചിലെ ഇന്ന് നടന്ന മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് പ്ലസ് മലയാളം മീഡിയം രണ്ടു പേർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. ഇനി എക്സാം കഴിയാത്ത സ്കൂളുകളുണ്ട്, അവർക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ ആക്ടിവിറ്റി 1. ക്വസ്റ്റ്യൻ എ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ട്രയാങ്കിൾ ഹാസ് ആൻ ഏരിയ ഓഫ് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ത്രികോണം ഏതിലെ? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള പരപ്പളവുള്ള ത്രികോണം ട്രയാങ്കിൾ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏരിയ പരപ്പളവ് 12 ആണ് അല്ലേ? ഏരിയ കാണാനുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ബി എച്ച് ആണ് ഇവിടെ 12 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ബി എച്ച് എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 2 അല്ലേ? ഇവിടെ 1/2 ആണല്ലേ? ബൈ 2 ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്കല്ലേ, സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 2 എന്നാവും അല്ലേ? അപ്പോൾ 12 ഇൻറ്റു 2 24. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? അപ്പോൾ ബി എച്ച് ആണ് 24, അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഈ പാദം ഇൻറ്റു ഉയരം അല്ലേ? പാദം അല്ലേ? 8 ഇൻറ്റു 3 8 3s are 24. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ് 24 എന്ന് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ? ട്രയാങ്കിളിൻ്റെ, സ്ക്വയറിൻ്റെ, റെക്റ്റാങ്കിളിൻ്റെ ഒക്കെ ഏരിയ, പെരിമീറ്റർ അല്ലേ, പരപ്പളവ്, ചുറ്റളവ് ഒക്കെ കാണാൻ നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് അല്ലേ? ഇനി ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഏരിയ 24 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. പരപ്പളവ് 24 ചതുരശ്ര സെൻറ്റിമീറ്റർ ഉള്ള ഒരു ത്രികോണം വരക്കാനാണ് പറഞ്ഞത്. ഹാഫ് ബി എച്ചിലെ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് എപ്പോഴും ഓർത്ത് വെക്കുക അല്ലേ? ഒരു ത്രികോണത്തിൻ്റെ ഏരിയ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ചിലെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റിലെ, ബേസ് പാദം ഇൻറ്റു ലംബം അല്ലേ? അപ്പോൾ അതിൻ്റെ ഇക്വേഷനിൽ തന്നിട്ടില്ല. ഹാഫ് ബി എച്ച് ഏരിയ എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ് ബി എച്ച് എന്തായിരിക്കും? 24 ഇൻറ്റു 2 അല്ലേ? ബൈ 2 ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 2 ആവും. 24 ഇൻറ്റു 2 എന്ന് പറയുന്നത് 48 ആണ്. അപ്പോൾ ബി എച്ചിലെ ബേസ് ഇൻറ്റു ഹൈറ്റിലെ, അപ്പോൾ ഏതൊക്കെ രണ്ട് സംഖ്യകളിലെ ബേസും ഹൈറ്റും ഗുണിക്കുമ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 48 എന്ന് കിട്ടണം. അപ്പോൾ ഏതൊക്കെ രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 48 കിട്ടുക അല്ലേ? ഈ ബേസും ഹൈറ്റും കൂടി ഗുണിക്കുമ്പോൾ അല്ലേ, ഇൻറ്റു ചെയ്യുമ്പോൾ 48 കിട്ടണം. അപ്പോൾ ഏതൊക്കെ 48 എന്ന് പറഞ്ഞാൽ 6 8 48, 6 8s are 48. അപ്പോൾ ബേസ് 6ഉം ഹൈറ്റ് 8ഉം അല്ലേ? 6ഉം 8ഉം ആണ് അല്ലേ? ബി എച്ച് ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ 48 കിട്ടണമെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ബേസും ഹൈറ്റും. അപ്പോൾ ഇല്ലേ, അടിഭാഗം 6ഉം അല്ലെ ഹൈറ്റ് 8ഉം ഉള്ള ഒരു ട്രയാങ്കിൾ നിങ്ങൾ വരക്കുക അല്ലെ? ഒരു ത്രികോണം വരക്കുക. സി ക്വസ്റ്റ്യൻ, ഇഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ആൻ ഏരിയ ഓഫ് 48 സ്ക്വയർ സെൻറ്റിമീറ്റർ ഈസ് 12 സെൻറ്റിമീറ്റർ. 12 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡ്, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 12 സെൻറ്റിമീറ്റർ ആണ്, ഏരിയ 48 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദി ഹൈറ്റ് ഫ്രം ദി കോർണർ ടു ദി ഓപ്പോസിറ്റ് സൈഡ്? അപ്പോൾ മറ്റേ വശം ഹൈറ്റ് എന്താണ്? കോർണറിന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത് അല്ലേ? അതായത് പരപ്പളവ് 48 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയ ഒരു ത്രികോണത്തിൻ്റെ ഒരു വശം 12 ആണ് അല്ലേ? 12 സെൻറ്റിമീറ്റർ ആയാൽ ആ വശത്തേക്ക് എതിർമൂലയിൽ നിന്നുള്ള ഉയരം എത്ര? ആ വശത്തേക്ക് എതിർമൂല ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുമുള്ള ഉയരം എത്ര അല്ലേ? ഹൈറ്റാണ് നമുക്ക് കണ്ടത്, എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ട്രയാങ്കിളാണ്, ത്രികോണത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച് ആണ് അല്ലേ? ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ എന്താണ്? ഹാഫ് ബി എച്ച് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് എച്ച് കണ്ടാൽ മതി അല്ലേ? ഹൈറ്റ് ആണില്ലേ? എച്ച് ആണ് കാണേണ്ടത്. അപ്പോൾ ഏരിയ 48 ആണ് അല്ലേ? ഒരു സൈഡ്, ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ബേസ് എന്ന് പറയുന്നത് 12 ആണല്ലേ? ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡ് 12 ആണ്, മറ്റേ വശം ഹൈറ്റ് കാണാൻ എന്താണ് ഇക്വേഷൻ? എല്ലാതും അല്ലേ ഹാഫ് ബി എച്ചിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച്, അതിലുണ്ട് എച്ച് ഇല്ലേ? ബാക്കിയുള്ള ബേസും ഏരിയ ഒക്കെ തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇതിലുള്ള ഹൈറ്റ് കണ്ടാൽ മതി അല്ലേ? എച്ച് മാത്രമാണ് കാണേണ്ടത്. അതായത് ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ചിലെ ഏരിയ എന്താണ്? 48 ആണ് അല്ലേ? ഹാഫ് ബി എച്ചിൽ ഹാഫ് ബി എന്താണ്? 12 ആണ്, എച്ച് ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? അപ്പോൾ 12 ഇൻറ്റു 2 അല്ലേ? 12ൻ്റെ പകുതി എന്താണ്? 6 അല്ലേ? 48 ഈക്വൽ ടു 6 ഇൻറ്റു എച്ച്. എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? കണ്ടുപിടിക്കേണ്ടത് അവിടെ വെക്കുക അല്ലേ? ബാക്കിയുള്ള നമ്പേഴ്സിനൊക്കെ ഈ സമത്തിൻ്റെ അപ്പുറത്തേക്ക്, ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ ഇൻറ്റു 6 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ? ബൈ 6 എന്നാവില്ലേ? 48/6 8 ഇല്ലേ? അപ്പോൾ എച്ച് 8 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഹൈറ്റാണ് ചോദിച്ചത്. എത്രയാണ് ഹൈറ്റ്? ഉയരം എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 8 ആണ് ആൻസർ അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്? നമുക്ക് ഹാഫ് ബി എച്ച് ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ, പരപ്പളവ്, ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണെന്ന് അറിഞ്ഞാൽ ചെയ്യാൻ കഴിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ സ്ക്വയറിൻ്റെതും റെക്റ്റാങ്കിളിൻ്റെയും അല്ലെ, സമചതുരം, ചതുരത്തിൻ്റെ ഒക്കെ ഏരിയയും പെരിമീറ്ററും കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ക്വസ്റ്റ്യൻ എ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്? ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ്, ശതമാനം കാണാൻ നിങ്ങൾക്കറിയാം. പെർസെൻറ്റേജ് കാണാൻ എന്താണ്? ബൈ 100 ആണല്ലേ? 50/100 എന്ന് പറഞ്ഞാൽ 1/4 പാർട്ടാണോ? അല്ല. 25/100ഉം 1/2 പാർട്ടല്ല അല്ലേ? രണ്ടിലൊരു ഭാഗമാണോ? അല്ല, 2ൽ 4 ഭാഗമാണ് 25 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പെർസെൻറ്റേജ് കാണാനല്ലേ? 75/100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതെല്ലാം റോങ് ആണല്ലേ? ശരിയായിട്ടുള്ളത് അപ്പോൾ ഇതാണ്. അതെങ്ങനെ കിട്ടും അല്ലേ? ഇവിടെ എന്താണ്? ഒരു ഭിന്നസംഖ്യ അല്ലേ? ഒരു ഫ്രാക്ഷനാണ് തന്നിട്ടുള്ളത്. ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ എന്താണ്? ഫ്രാക്ഷൻ 33 1/3 എന്നുള്ള ഫ്രാക്ഷൻ ഒരു ഭിന്നരൂപമാണ്. ഭിന്നരൂപത്തിൻ്റെത് കാണാൻ എന്താണ്? 1/100 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ?
അപ്പോൾ ഇതൊന്ന് പഠിച്ച് വെക്കുക അല്ലേ. ബാക്കിയുള്ള പെർസെൻറ്റേജ് ഇല്ലേ, ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് ശതമാനം കാണാൻ ബൈ 100 അല്ലേ, ബൈ ഹരിക്കണം 100 നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഒരു ഭിന്നസംഖ്യ അല്ലേ, ഒരു ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ്റെ എന്താണ് പെർസെൻറ്റേജ് കാണാൻ അല്ലേ, ശതമാനം കാണാൻ നമ്മൾ ഇൻറ്റു 1/100 ആണ് ചെയ്യേണ്ടത്. പോരാത്തതിന് ഇവിടെ സാധാ ഫ്രാക്ഷൻ അല്ല, അതൊരു മിക്സഡ് ഫ്രാക്ഷനാണ് അല്ലേ, ഒരു മിശ്ര ഭിന്നരൂപമാണ്. ഒരു ഭിന്നസംഖ്യയും ഒരു നമ്പറും അല്ലേ, ഒരു ഫ്രാക്ഷനും ഒരു നമ്പറോട് കൂടിയ മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ സാധാ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് സാധാ ഫ്രാക്ഷനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക, അതായത് 33 × 3 + 1/3 എന്നാണ് ഈ മിക്സഡ് ഫ്രാക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, +1/3 അല്ലേ. 33 × 3 എത്രയാണ്, 99 + 1 എന്താണ്, 100 ആണ് അല്ലേ. 100/3 × 1/100. അപ്പോൾ 100/100 ക്യാൻസൽ, പിന്നെ എന്താണ് 1/3 ഉള്ളത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള പോർഷൻ അല്ലേ. അപ്പോൾ 100/100 ക്യാൻസൽ, 1/3 എന്നുള്ളത് അല്ലേ ഇതിനോട് ഈക്വൽ ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, എ വാഷിംഗ് മെഷീൻ കോസ്റ്റ് 24,000 rupees. ഇറ്റ് ഈസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 50%. വാട്ട് ഈസ് ഇറ്റ് സെല്ലിംഗ് പ്രൈസ് അല്ലെ, സെല്ലിംഗ് പ്രൈസ് വിറ്റ വില എത്രയാണെന്നാണ്, സെല്ല് ചെയ്ത പ്രൈസാണ് ചോദിച്ചത്. ഒരു വാഷിംഗ് മെഷീൻ്റെ വില എത്രയാണ്, കോസ്റ്റ് 24,000 രൂപയാണ്. അത് 15% വിലക്കീവില്ലേ, 15% വിലക്കീവിലാണ്, ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ 100% നിന്നാണ് അല്ലേ 15% കുറവെന്ന് പറയുന്നത്. നമ്മുടെ പരീക്ഷാഫലം എല്ലാം നമ്മൾ 100% കുട്ടികൾ ജയിച്ചു അല്ലേ, നമ്മുടെ എല്ലാ റിസൾട്ടും പറയുന്നത് 100%ലാണ്. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് ഏതിൽ നിന്നാണ്, 100% നിന്നുമാണ് 15% വിലക്കീവുള്ളത് അല്ലേ, വിലക്കുറവുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 100ൽ 15 അല്ലേ, 100ന്ന് 15 പോയാൽ എത്രയാണ്, 75% അല്ലേ. അപ്പോൾ ഈ 75% ഈ പ്രൈസിൻ്റെ, ഈ വാഷിംഗ് മെഷീൻ്റെ കോസ്റ്റിൻ്റെ 75% വിലക്കുറവുള്ളത് അല്ലേ. ഡിസ്കൗണ്ട് 15%, അത് 100ൽ നിന്നും 15% ആണ് ഡിസ്കൗണ്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് കാണാമല്ലേ, വിറ്റ വില എത്രയാണ്. അപ്പോൾ 24,000 രൂപയുടെ 75% അല്ലേ, 24,000 രൂപയുടെ 75% നമ്മൾ കാണേണ്ടത് അല്ലേ. 24,000 × 75%. അപ്പോൾ 75% അല്ലേ, ഇങ്ങനത്തെ പെർസെൻറ്റേജ് ഒക്കെ കാണാൻ നമ്മൾ ബൈ 100 ആണ് ചെയ്യേണ്ടത് അല്ലേ. സാധാ ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കാണാൻ ബൈ 100 അല്ലേ. ഭിന്നസംഖ്യ അല്ലേ, ഫ്രാക്ഷൻ ആണെങ്കിലാണ് ഇൻറ്റു 1/100 ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെത് കാണാമല്ലേ, 75% കാണാൻ 75/100, നമുക്ക് 2 സീറോസ് താഴത്തുനിന്ന് മുകളിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 240 × 75 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആൻസറിലെ രൂപ, ഇത്രയും രൂപക്കാണ് ഈ വാഷിംഗ് മെഷീൻ്റെ പ്രൈസിലെ കോസ്റ്റ് വില എന്ന് പറയുന്നത് എന്ന് കിട്ടും അല്ലേ. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പെർസെൻറ്റേജ് ഇല്ലേ, ശതമാനം എന്നുള്ള പാഠഭാഗത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലത്തതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പെർസെൻറ്റേജ് കാണാനില്ലേ, ഏതൊരു സംഖ്യൻ്റെ ചോദിച്ചാലും നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, 100% നിന്നാണ് ഡിസ്കൗണ്ട്. അപ്പോൾ ആ പ്രൈസിൻ്റെ, ആ കോസ്റ്റിൻ്റെ 75% അല്ലേ, ആ ഡിസ്കൗണ്ട് എത്രയാണോ അത് എന്താണ് 100ൽ നിന്ന് മൈനസ് ചെയ്യുക. 100ൽ നിന്ന് 15 പോയാൽ 75 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ 75%, 75/100 ശതമാനം കാണാനും അത്ര മതിയില്ലേ. ഇതിലൊരു നമ്പേഴ്സിൻ്റെ ചേഞ്ച് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുകയുള്ളൂ അല്ലേ. ഇതുപോലത്തെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, എ പ്രഷർ കുക്കർ കോസ്റ്റ് 1,800 rupees. ഒരു പ്രഷർ കുക്കറിൻ്റെ വില കോസ്റ്റ് എന്താണ്, 1,800 രൂപയാണ്. വാട്ട് ഈസ് ദി പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെൻ ഇറ്റ് ഈസ് സോൾഡ് ഫോർ 2,160 rupees. 2,160 രൂപക്ക് അത് വിൽക്കുകയാണെങ്കിൽ, സോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. അതായത് ലാഭം അല്ലേ, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്, ലാഭം എത്രയാണല്ലേ. ഒരു കുക്കറിൻ്റെ വില അല്ലെ, ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 1,800 ആണ്. അപ്പോൾ അത് നമ്മൾ 2,160 രൂപക്ക് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ലാഭം എത്ര അല്ലേ, ലാഭം എത്ര ഉണ്ട് അല്ലേ, ഇതിലേക്ക് എത്രാൻ അല്ലേ, ഇത്രയും പൈസക്കില്ലേ. ഒരു 1,800 കുക്കർ ഒരു 1,800 രൂപൻ്റെ കുക്കറാണ്, അത് നമ്മൾ 2,160 രൂപക്ക് വിൽക്കുകയാണല്ലേ. അപ്പോൾ അത്രയും ലാഭം, പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര പൈസക്കാണ് മാറ്റമുള്ളത്, 2,160 മൈനസ് 1,800 ചെയ്യുക അല്ലേ. അതായത് നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലേ, ഇവിടെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്, ലാഭം കാണാൻ എന്താ ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലാഭം കാണാനുള്ള ഇക്വേഷൻ എന്താണ് അല്ലേ, പ്രോഫിറ്റ് ബൈ കോസ്റ്റ് ഇൻറ്റു 100 അല്ലേ, ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ പ്രോഫിറ്റ്, ലാഭം ബൈ ടോട്ടൽ എത്രയാണോ അതിൻ്റെ പൈസ അല്ലേ, ടോട്ടൽ പ്രൈസ്, ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ പ്രോഫിറ്റ്, ലാഭം കാണാൻ എത്രയാണ് ഇത് രണ്ടിൻ്റെയും വ്യത്യാസം, അതല്ലേ ലാഭം എന്ന് പറയുന്നത്. 1,800 കുക്കറാണ് നമ്മൾ 2,160 രൂപക്ക് വിൽക്കുന്നതില്ലേ. അപ്പോൾ അത്രയും ലാഭം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ആ ലാഭം കാണാൻ ഈ പൈസയിൽ നിന്ന് ഇത് മൈനസ് ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ ഇതിന്ന് മൈനസ് ചെയ്യുമ്പോൾ 2,160 1,800 മൈനസ് ചെയ്യുമ്പോൾ കുറക്കുമ്പോൾ നമുക്ക് 360 എന്ന് കിട്ടും. അതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ പ്രോഫിറ്റ് ബൈ ടോട്ടൽ, നമ്മുടെ ഒറിജിനൽ പ്രൈസ് എത്രയാണ്, കുക്കറിൻ്റെ വില 1,800 ഇൻറ്റു 100 അല്ലേ. അപ്പോൾ നമുക്ക് സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്യാം. മുകളിൽ നിന്ന് 2 സീറോ, താഴ്ന്ന് 2 സീറോ, വെട്ടി ചെറുതാക്കുമ്പോൾ അല്ലേ സീറോസൊക്കെ ഈക്വലായിട്ട് മുകളിൽ നിന്ന് 2 താഴത്തു നിന്ന് 2 ഒക്കെ വെട്ടി ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് എന്താണ് 2/10 എന്ന് വെട്ടി ചെറുതാക്കാം. അതായത് 1/5 ഇൻറ്റു 100, അതായത് എത്രയാണ് ഈ 1/5, 100ൻ്റെ ബൈ 5 എന്താണ് 20% എന്ന് നമുക്ക് കിട്ടി. അതായത് 20% ആണ്
പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇല്ലേ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലാഭം എത്രയാണ്, ലാഭം എത്ര പെർസെൻറ്റാണ്, 20% ലാഭം കിട്ടുന്നുണ്ട്. അതായത് 1800 രൂപയുടെ കുക്കർ നമുക്ക് എന്താണ് 2160 രൂപക്ക് വിൽക്കാം അല്ലേ. അപ്പോൾ 20% നമുക്ക് ലാഭം കിട്ടി. ലാഭം കാണാൻ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ച് വെക്കുക. ആ ഇക്വേഷനിൽ എന്താണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പെർസെൻറ്റേജ് അല്ലേ, ശതമാനം എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇതുപോലത്തെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ അതിൽ ചെയ്തതാണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇതുപോലത്തെ ഏകദേശം ഇതേ മോഡലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക അല്ലേ. അപ്പോൾ ആക്ടിവിറ്റി 3 നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 കംപ്ലീറ്റ് ദി പാറ്റേൺ. ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷനില്ലേ അത് മനസ്സിലാക്കിയിട്ട് ഈ ശ്രേണി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. 3, 5, 7, 9 രണ്ട് വെച്ചാണ് കൂടുന്നത് അല്ലേ. 13, 15 അല്ലേ. അപ്പോൾ ആ ഒരു കണക്ഷൻ മനസ്സിലാക്കില്ലേ. 3, 13 അപ്പോൾ നെക്സ്റ്റ് 23, 33 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പാറ്റേൺ വരിക അല്ലേ. അതായത് 2 വെച്ചിട്ട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 3, 13, 23, 33 അല്ലേ. 5, 15, 25, 35 അല്ലേ. 17, 27, 37, 29, 39 അല്ലേ. 21, 31, 41 അല്ലേ. ആ ഒരു കണക്ഷൻ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതെന്താണ് 2 വെച്ചിട്ടാണ് കൂടി വരുന്നത്. അതായത് 2 ആഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സം ഓഫ് ദി നമ്പേഴ്സ് ഇൻ ഈച്ച് റോ ആൻഡ് ദി നമ്പേഴ്സ് ഇൻ ദി മിഡിൽ ഓഫ് ദി റോ. ഓരോ വരിയിലെയും സംഖ്യകളുടെ തുകക്ക് അല്ലെ, ഇതിൻ്റെ തുകക്ക് സമ്മിന് വരിയിലെ നടുക്കുള്ള സംഖ്യയുമായുള്ള ബന്ധം അല്ലെ. ഈ വരിയിലെ നടുക്കുള്ള ഈ സംഖ്യയുമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ ഇതെല്ലാം കൂട്ടിയ സമ്മില്ലേ, കൂട്ടി കിട്ടുന്ന തുകയാണ് ഇവിടെ ഉള്ളതില്ലേ. ഇത് ഈ നടുവിലെ സംഖ്യയുമായിട്ട് എന്താ ബന്ധം അല്ലേ. ഇതിന് 5 കൊണ്ട് ഗുണിക്കുന്നതല്ലേ നമുക്ക് അല്ലേ. 5 × അല്ലേ. 5 7s are 35 അല്ലേ. 5 × 25 6 × 30 7 5 35 അല്ലേ. അല്ല ഈ നടുവിലെ സംഖ്യ 5 കൊണ്ട് ഗുണിക്കുന്നതാണല്ലേ. മൾട്ടിപ്പിൾ ഓഫ് ദി മിഡിൽ നമ്പർ ആണ് ഈ സം എന്ന് പറയുന്നത് അല്ലേ, ആകെ തുക എന്ന് പറയുന്നത് അല്ലേ. 27 × 5 ആണ് 135 അല്ലേ. 17 × 5 ആണ് 85 അല്ലേ. അപ്പോൾ നടുവിലെ സംഖ്യയുടെ 5 മടങ്ങില്ലേ, അതായത് 5 കൊണ്ട് ഗുണിക്കുന്നത് മൾട്ടിപ്പിൾ ഓഫ് 5 ആണ് ഈ സം തുക എന്ന് പറയുന്നത്. സി ക്വസ്റ്റ്യൻ സബ്സ്റ്റൻഷിയേറ്റ് ദി റിലേഷൻ യൂസിങ് ആൾജിബ്രിക് ഫോമിൽ. ഇത് ആൾജിബ്രിക് ഫോമിൽ ബീജഗണിത രൂപത്തിലും തെളിയിക്കണം. അപ്പോൾ നമ്മൾ നടുവിലെ സംഖ്യ മിഡിൽ നമ്പറിൻ്റെ റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെയാണ് എക്സ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ തൊട്ടപ്പുറത്തെ സംഖ്യ എന്താണ് x+2 അല്ലേ. തൊട്ട് മുന്നിലുള്ള സംഖ്യ എന്താണ് x-2 അല്ലേ. എക്സിനോട് 2 കുറച്ചതാണ്, 2 കൂട്ടിയതാണ് അടുത്ത സംഖ്യ അല്ലേ. x-2 x+2 അല്ലേ. ഇതോ എക്സിനോട് എത്ര കുറച്ചതാണിത്, 4 കുറച്ചതല്ല അടുത്തത് അല്ലേ. വീണ്ടും 2 കുറച്ചതാണ് ഇതിൻ്റെ മുന്നിലുള്ളത്, അതായത് x-4 ആണ് അല്ലേ. ഇവിടെ 2 കൂട്ടി പിന്നെ 2 കൂട്ടി, അതായത് 4 കൂട്ടിയതാണ്, അതായത് x+4 ആണ് നെക്സ്റ്റ് നമ്പർ. അപ്പോൾ നമ്മൾ ആൾജിബ്രിക് ഫോമിലെ ബീജഗണിത രൂപത്തിൽ എക്സിൻ്റെ അല്ലെ ABCD വേരിയബിൾസിൻ്റെ ടേംസിലാണ് നമ്മൾ എഴുതേണ്ടതില്ല. അങ്ങനെ തെളിയിക്കുക അല്ലെ, നമ്പേഴ്സിനെ മാറ്റി എഴുതിയിട്ടാണ് തെളിയിക്കേണ്ടത്. നമ്മൾ ആൾജിബ്രിക് ഫോമിലില്ലേ ബീജഗണിത രൂപത്തിൽ എഴുതുമ്പോൾ ഇതെന്താണ് x-4 പ്ലസ് x-2 പ്ലസ് നടുവിലെ സംഖ്യനാണ് എക്സ് ആക്കി എടുക്കുന്നത് അല്ലേ, ഈ എക്സ് എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് അതിൻ്റെ അടുത്ത നമ്പർ x+2 എക്സിനോട് 2 ആഡ് ചെയ്തത്, എക്സിനോട് 4 ആഡ് ചെയ്തത് x+4. ഈ നമ്പേഴ്സിനൊക്കെ നമ്മൾ ആൾജിബ്രിക് ഫോമിൽ എഴുതി. അപ്പോൾ ഈ റിലേഷനാണ് നമ്മൾ തെളിയിക്കേണ്ടതില്ലേ. ഇതിൻ്റെ എല്ലാം സമ്മില്ലേ, ആകെ തുക ഇതിൻ്റെ 5 മൾട്ടിപ്പിൾ ആണല്ലേ, 5ൻ്റെ ഗുണിതമാണെന്നാണ് തെളിയിക്കേണ്ടത് അല്ലേ. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ എന്താണ് ഇതെല്ലാം അല്ലേ, സമ്മാണ് തെളിയിക്കേണ്ടതില്ല. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുക അല്ലേ. സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ. എക്സ് ഇവിടെ -4 ഉണ്ട്, +4 ക്യാൻസൽ, +2 ഉണ്ട്, -2 ക്യാൻസൽ, പിന്നെ ബാക്കിയുള്ളത് എക്സ് ആണല്ലേ. എത്ര എക്സ് ഉണ്ട്, 1 2 3 4 5 അല്ലേ. 5 എക്സ് ആണുള്ളത്, 5 എക്സ് ആണുള്ളത്. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്, നടുവിലെ സംഖ്യ. അതായത് നടുവിലെ സംഖ്യ 5 കൊണ്ട് ഗുണിക്കുന്നതാണ്, 5ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. ഈ സം എന്ന് പറയുന്നത് 5ൻ്റെ ഗുണിതമാണ് അല്ലേ, 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 5ൻ്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് കിട്ടിയില്ലേ. അതായത് 5 × മിഡിൽ നമ്പർ അല്ലേ, 5 × നടുവിലെ സംഖ്യ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തൂല്ലേ, തെളിയിച്ചു ആൾജിബ്രിക് ഫോമിൽ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ ഏതെങ്കിലും ഇങ്ങനത്തെ സമ്മ് 4ൻ്റെ മൾട്ടിപ്പിളാണ്, 5ൻ്റെ മൾട്ടിപ്പിളാണ്, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിൻ്റെ തുക അല്ലെ, ഓഡ് നമ്പേഴ്സിൻ്റെ തുക അല്ലേ. അപ്പോൾ നമ്മൾ അതുപോലെ കുറേ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അപ്പോൾ എന്താണോ ഈ ശ്രേണിയിൽ തന്നത് അല്ലേ, ഇങ്ങനത്തെ ഒരു പാറ്റേൺ തരും അല്ലേ. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധം, മിഡിൽ നമ്പറുമായിട്ടുള്ള ബന്ധം അല്ലേ, കണക്ഷൻ എന്താണെന്നുള്ളത് ഒരു ആൾജിബ്രിക് ഫോമിൽ തെളിയിക്കാൻ അതെന്താണ് നിങ്ങൾ എക്സിൻ്റെ ടേംസിൽ നമ്പേഴ്സിന് എടുക്കുക അല്ലേ. എന്നിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും എന്താണ് ആ റിലേഷൻ എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ റിലേഷനും ചോദിക്കുക, അത് ആൾജിബ്രിക് ഫോമിലേക്ക് ആക്കാനുള്ളത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ആൾജിബ്ര ബീജഗണിതം എന്നുള്ള പാഠഭാഗം ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. വീഡിയോ കാണാത്തവർ അത് പോയി കാണുക അല്ലെ. എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തതാണ്. ആദ്യം നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസിലെ ഇനി എക്സാം കഴിയാത്തവരുണ്ട്, അവർക്ക് ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ ആക്ടിവിറ്റി 8 ദി ഫിഗർ ഷോസ് ഇൻഫോർമേഷൻ അബൌട്ട് ദി ഹോബീസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്സിലെ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹോബീസിലെ വിനോദങ്ങൾ കാണിക്കുന്ന ഒരു ഫിഗർ ആണല്ലേ, ഒരു പൈ ചാർട്ടാണ് അല്ലേ. ക്വസ്റ്റ്യനെ വിച്ച് ഹോബി ഡു ചിൽഡ്രൻ ലൈക്ക് ദി മോസ്റ്റ്, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ, മോസ്റ്റ് ചിൽഡ്രൻ ഇഷ്ടപ്പെട്ടത് ഏതാണ്, ഡ്രോയിങ് അല്ലേ ഏറ്റവും കൂടുതൽ പോർഷൻ ഉള്ളത്, ഏറ്റവും കൂടുതൽ ഭാഗത്തിൽ ഏതാണുള്ളത് അല്ലേ, ഡ്രോയിങ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്, ഡ്രോയിങ് ആണ്.
ബി ക്വസ്റ്റ്യൻ വിച്ച് ഹോബി ഈസ് ലൈക്ക്ഡ് ബൈ ദി ലീസ്റ്റ് ചിൽഡ്രൻ. ഏറ്റവും കുറവ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഹോബി ഏതാണ്, വിനോദം ഏതാണ്? അപ്പോൾ ഏറ്റവും ചെറുതിലെ ഡാൻസ് ആണ് അല്ലേ. ഏറ്റവും ചെറിയ ഭാഗം പോർഷൻ ഏതാണ്? ഡാൻസ് ആണ്. അപ്പോൾ ഏറ്റവും കുറവ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ഡാൻസ് ആണ്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ഇഫ് ദോസ് ഹൂ സെലക്ട് മ്യൂസിക് ആർ 1/8 പാർട്ട് ഓഫ് ദി ടോട്ടൽ. ടോട്ടലിൻ്റെ 1/8 പാർട്ടാണ് മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരുള്ളത്. വാട്ട് ഈസ് ദി പാർട്ട് ഓഫ് ദി ടോട്ടൽ ഓഫ് ദോസ് ഹൂ സെലക്ട് ഡ്രോയിങ് ആസ് എ ഹോബി. ഇപ്പോൾ സംഗീതമല്ലേ മ്യൂസിക് തിരഞ്ഞെടുത്തവർ ആകെയുള്ളതിൻ്റെ 1/8 ഭാഗമാണ് എങ്കിൽ ചിത്രരചന ഹോബിയായി തിരഞ്ഞെടുത്തവർ ആകെയുള്ളവരുടെ എത്ര ഭാഗമാണ്? അപ്പോൾ ഡ്രോയിങ് അല്ലേ, അതായത് ചിത്രരചന തിരഞ്ഞെടുത്തത് ആകെയുള്ളതിൻ്റെ എത്ര ഭാഗമാണ്? മ്യൂസിക് ആകെയുള്ളതിൻ്റെ 1/8 ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ അതേ അളവിൽ നമുക്ക് ഇതിനെ 8 ഭാഗമാക്കാം അല്ലേ. ഇതേ അളവിൽ നമുക്ക് ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും ഏകദേശം അല്ലേ 4 ഭാഗമാക്കാം അല്ലേ. അതേപോലെ ഇങ്ങോട്ടും എന്താണ് അല്ലേ, ഇത് പകുതിയാണല്ലേ, പകുതി ഇങ്ങോട്ടും 1 2 3 4 4 ഈ ഭാഗത്തേക്കും ആക്കാം. അങ്ങനെ 8ൽ 1 ഭാഗമാണ് മ്യൂസിക്കിലെ സംഗീതം അല്ലേ. അങ്ങനെ 8 ഭാഗമാക്കുന്നതിൽ 1 ഭാഗമാണ് മ്യൂസിക്. അങ്ങനെയാണെങ്കിൽ ഡ്രോയിങ് തിരഞ്ഞെടുത്തവർ ഇതിൽ ആകെയുള്ളതിൻ്റെ എത്ര ഭാഗമാണ്? ഡ്രോയിങ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണല്ലേ. അപ്പോൾ 1 2 3 അല്ലേ, മ്യൂസിക്കിൻ്റെ 3 ഭാഗങ്ങളാണ് ഡ്രോയിങ്ങിനുള്ളത് അല്ലേ. അതായത് ടോട്ടൽ 8 ഭാഗത്തിൽ 3 ഭാഗമാണ് ഡ്രോയിങ്ങിന്, ചിത്രരചനയ്ക്ക് അല്ലേ. മ്യൂസിക്കിൻ്റെത് പറഞ്ഞു 8ൽ 1 ഭാഗം അല്ലേ. ഇങ്ങനത്തെ 8 ഭാഗം മ്യൂസിക്കിൻ്റെ അതേ ഭാഗങ്ങൾ 8 ഭാഗം അല്ലേ. ഇവിടേക്ക് 4 ഇവിടേക്ക് 4 അല്ലേ. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ അതിൽ 1 ഭാഗമാണ് മ്യൂസിക്കിലെ സംഗീതത്തിന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡ്രോയിങ്ങിന് എത്രയായിരിക്കും അല്ലേ ടോട്ടലിൻ്റെ ഇങ്ങനെ 8 ഭാഗമാക്കുന്നതിൽ അല്ലേ. ഡ്രോയിങ്ങിന് ഇത്രയും ഭാഗം ഡ്രോയിങ് ആണ് അല്ലേ. ഇത്രയും ഭാഗം അതായത് 1 2 3 അല്ലേ, 3 ഭാഗങ്ങളല്ലേ. മ്യൂസിക്കിൻ്റെ അതേ അളവുള്ള 3 ഭാഗങ്ങൾ, അതായത് 3/8 8ൽ 3 ഭാഗമാണ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട്. ആണെങ്കിൽ ഡി ക്വസ്റ്റ്യൻ വാട്ട് പാർട്ട് ഓഫ് ദി ടോട്ടൽ ഈസ് ദോസ് ഹൂ സെലക്ട് റീഡിംഗ് ആൻഡ് ഡാൻസിങ്. വായന തിരഞ്ഞെടുത്തവരും നൃത്തം തിരഞ്ഞെടുത്തവരും ചേർന്നാൽ ആകെയുള്ളവരുടെ എത്ര ഭാഗമാണ് അല്ലേ. ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ്? വായനയും നൃത്തം രണ്ടും തിരഞ്ഞെടുത്തവരില്ലേ, ഹൂ സെലക്ട് റീഡിങ് ആൻഡ് ഡാൻസിങ്. അതായത് റീഡിങ്ങും ഡാൻസിങ്ങും അല്ലേ, വായനയും നൃത്തവും അല്ലേ, ഇവർ രണ്ടുപേരുടെയും ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ്? അപ്പോൾ ഇവർ രണ്ടും ഈ ഒരു ഭാഗത്തിന് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം അല്ലേ. ഇതേപോലത്തെ ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും അല്ലേ, 2 ഭാഗം 3 ഭാഗം അല്ലേ, 4 ഭാഗമാക്കാം അല്ലേ. ഇതേ അളവിലല്ലേ ഡാൻസിങ്ങും റീഡിങ്ങും അല്ലേ, ഇത് രണ്ടിൻ്റെയും പോർഷൻ അല്ലേ. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് എത്ര കഷ്ണങ്ങളാക്കാം അല്ലേ, ഈ സർക്കിളിനെ ഈ വൃത്തത്തെ അല്ലേ 4 ഭാഗങ്ങളാക്കാം. ഇതേപോലത്തെ ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും അല്ലേ, അങ്ങനത്തെ 4 ഭാഗങ്ങളാക്കാം. അതായത് 4ൽ എത്ര ഭാഗമാണ് ഡാൻസിങ്ങിനും റീഡിങ്ങിനും വരിക? ഇങ്ങനത്തെ 4 ഭാഗത്തിൽ 1 ഭാഗമാണ് ഡാൻസിങ്ങിനും റീഡിങ്ങിനും വരിക അല്ലേ. അപ്പോൾ 1/4 എന്ന് എഴുതാം. 4ൽ 1 ഭാഗം 1/4 അല്ലേ. ഇതിന് 1 ഭാഗം അല്ലേ, രണ്ടിനും കൂടി കൂട്ടിയിട്ടാണ് ചോദിച്ചത്, ഡാൻസിങ്ങും റീഡിങ്ങും അല്ലേ. രണ്ടിനും കൂടി നമ്മൾ ഇതേപോലത്തെ 1 ഭാഗമാക്കി എടുക്കുകയാണെങ്കിൽ ഇതിനെ ഇതേപോലത്തെ 4 ഭാഗമാക്കല്ലേ. ആ 4ൽ 1 ഭാഗമാണ് ഈ ഭാഗം എന്ന് പറയുന്നത് ഡാൻസിങ്ങിനും റീഡിങ്ങിനും. അതുപോലെ ഈ ക്വസ്റ്റ്യൻ റൈറ്റ് അനദർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദിസ് ഫിഗർ അല്ലേ. ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്. നിങ്ങൾക്ക് എന്തും ചോദിക്കാം അല്ലേ, ഒരു ചോദ്യം ഉണ്ടാക്കാൻ. ഈ ഓതേഴ്സ് എന്ന് പറയുന്നത് ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ് അല്ലേ. ഉത്തരം ഇതണ്ട, ചോദ്യം ഉണ്ടാക്കിയാൽ മതിയില്ലേ. ഈ ഓതേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഇതേപോലത്തെ 4 ഭാഗമാക്കാം അല്ലേ. ഇതേപോലത്തെ ഇവിടെ 2 ഇവിടെ 2 അല്ലേ, 4ൽ 1 ഭാഗമാണ് ഈ ഓതേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഉത്തരം വേണ്ട, ചോദ്യങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലത്തെ അല്ലേ ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ പൈ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നമുക്ക് ഈ മ്യൂസിക് മാത്രം ഈ ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ്, അല്ലെങ്കിൽ മ്യൂസിക്കും ഡാൻസും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഈ ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ്, ഏറ്റവും കുറവും കൂടുതലും ചോദിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓരോന്നില്ല, റീഡിങ്ങും ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ് ഓരോന്നും എടുത്ത് ചോദിക്കാം. ഏതെങ്കിലും ചോദ്യം എത്തിയാൽ മതിയില്ലേ, അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 എ സ്ക്വയർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഐഡൻറ്റിക്കൽ റെക്ടാങ്കിൾസിലെ. ഒരു സ്ക്വയറിനെ എന്താണ് ഐഡൻറ്റിക്കൽ റെക്ടാങ്കിൾസ് ആയിട്ടാണല്ലേ, ചതുരങ്ങളായിട്ടാണ് ഒരു സമചതുരത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ക്വസ്റ്റ്യനെ വാട്ട് പാർട്ട് ഓഫ് ദി ലാർജർ സ്ക്വയർ ഈസ് എ സ്മോൾ റെക്ടാങ്കിൾ ഇൻ ദി പിക്ചർ. അതായത് ചിത്രത്തിലെ ഒരു ചെറിയ ചതുരം വലിയ സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണ്, അല്ലെങ്കിൽ വലിയ സമചതുരങ്ങളുടെ എത്ര ഭാഗമാണ് ചെറിയ ഈ ഒരു ചതുരം എന്നുള്ളത്. അതായത് ഒരു ചതുരത്തിൻ്റെതാണ് ചോദിച്ചത്. അതായത് 1/, ടോട്ടൽ എത്ര ഉള്ളത്, ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ, 15, ഇങ്ങോട്ട് 5 10 15 ടോട്ടൽ 15 റെക്ടാങ്കിൾസ് ഉണ്ട്. അതിൽ 1 ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അല്ലേ. ഒരു ചെറിയ ചതുരം വലിയ സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണ്, ഈ വലിയ സമചതുരത്തിൻ്റെ അല്ലേ 15ൽ 1 ഭാഗമാണ് ഈ ചെറിയ ചതുരം എന്ന് പറയുന്നത് അല്ലേ, റെക്ടാങ്കിൾ. ഈ ചെറിയ റെക്ടാങ്കിളിൻ്റെതാണ് ചോദിച്ചത്. അതായത് 1/15 എന്ന് എഴുതാം. ബി ക്വസ്റ്റ്യൻ വാട്ട് പാർട്ട് ഓഫ് ദി സ്ക്വയർ ഈസ് ഷെയ്ഡഡ് അല്ലെ. ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണ്, എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? അതായത് 1 2 3 4 5 അല്ലേ, 5 ഭാഗങ്ങളാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അത് ടോട്ടലിൽ എത്രയാണ്, 15ൽ 5 ഭാഗം അല്ലേ. നമ്മളെങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ, ടോട്ടൽ താഴെഴുതുക, അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ അത് മുകളിൽ എഴുതുക അല്ലേ. 5 ഭാഗങ്ങളാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഷെയ്ഡ് ചെയ്യാത്തത് ചോദിച്ചാൽ ആ ഷെയ്ഡ് ചെയ്യാത്ത എണ്ണം അല്ലേ, കള്ളികളുടെ എണ്ണം മുകളിൽ എഴുതുക, ടോട്ടൽ ആകെയുള്ളത് താഴെ എഴുതുക അല്ലേ. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പാർട്ട് ഇൻ സ്ക്വയർ മീറ്റേഴ്സ് അല്ലേ. സ്ക്വയർ മീറ്റേഴ്സിൽ ഈ ഷെയ്ഡഡ് പാർട്ടിലെ ഈ കളർ ചെയ്ത പാർട്ടിൻ്റെ ഏരിയ ആണ് ചോദിച്ചത് അല്ലേ. അതായത് പരപ്പളവിലെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ്.
ഈ ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് 15 5 ഭാഗമാണ് ഷെയ്ഡഡ് പാർട്ടിൽ. ഇതിൻ്റെ ഏരിയ അല്ലെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? പരപ്പളവിലെ ഒരു സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡിൽ 2 വശങ്ങൾ എന്താണ് 2 മീറ്ററും 2 മീറ്ററിൽ 2 × 2 4 ആണ്. അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ 4 × 5/15 ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് 5/15 ആണ്. 15 5 ഭാഗമാണ്. അപ്പോൾ പരപ്പളവിലെ ഒരു സമചതുരം സ്ക്വയറിൻ്റെ പരപ്പളവിലെ ഏരിയ കാണാൻ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡിലെ വശം ഇൻറ്റു വശം അല്ലേ, അതായത് 2 × 2 4 ആണ്. അപ്പോൾ നമുക്ക് ഈ 5/15 ഇനി ചെറുതാക്കാം അല്ലേ. അതായത് ഇവിടെ ഉള്ള ഈ 5/15 എന്ന് പറയുന്നത് എന്താണ്? 1/3 ആണ് അല്ലേ. അതായത് ഇവിടെ 5 3 5 15 അല്ലേ. അപ്പോൾ 5 5 ക്യാൻസൽ ചെയ്താൽ നമുക്ക് വെട്ടി ചെറുതാക്കാം അല്ലേ. ഇവിടെ ഒരു പ്രാവശ്യമാണ് 5 ഉള്ളത്, ഇവിടെ 3 5 15 അല്ലേ. അതായത് 1/3 എന്ന് എഴുതാം. = 4 × 1/3. ഇതിന് വെട്ടി ചെറുതാക്കാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ആൻസർ എഴുതേണ്ടത്. അതായത് 4/3 അല്ലേ. 4/3 എന്ന് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ അല്ലേ, സീൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ചുറ്റുമുള്ള അളവാണ് എന്ത്? ചുറ്റളവിലെ, അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത് ഉള്ളിലുള്ള അളവാണ് എന്ത്? പരപ്പളവിലെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെത്, റെക്റ്റാങ്കിളിൻ്റെത്, ട്രയാങ്കിളിൻ്റെത്, അത് മൂന്നുമില്ലേ ഏരിയയും പെരിമീറ്ററൊക്കെ കാണാൻ എന്തായാലും ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക അല്ലേ. കുറേ ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക അല്ലേ. അപ്പോൾ സ്ക്വയറിൻ്റെതാണ് സൈഡ് ഇൻറ്റു സൈഡാണ്, റെക്റ്റാങ്കിളിൻ്റെതാണ് നീളം ഇൻറ്റു വീതി അല്ലേ, വശം ഇൻറ്റു വശം. അപ്പോൾ ചുറ്റളവാണെങ്കിൽ നമ്മൾ ചുറ്റുള്ള അളവ് ഇങ്ങോട്ട് കൂട്ടിയാൽ മതി, എല്ലാ അളവും കൂടി ആഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഇക്വേഷൻ പഠിച്ച് വെച്ചാൽ ഇതിൽ ഓരോന്നിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ക്ലാസ് 7 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്ലാസ് 7 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ 7ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ വീഡിയോസും ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും ലഭിക്കുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആക്ടിവിറ്റി 6 ക്വസ്റ്റ്യൻ എ വിച്ച് ഈസ് ഈക്വൽ ടു 144 അല്ലേ, 144 ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി 2⁴ × 3² അല്ലേ. ഇതാണ് 144 ഈക്വൽ ആയിട്ടുള്ളത്. ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന് ഈക്വൽ ആണെന്ന് കിട്ടും അല്ലേ. ബി ക്വസ്റ്റ്യൻ ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ദർ ഫോർ 6² × 3² അല്ലേ. എത്ര ഫാക്ടേഴ്സാണ് ഇതിനുള്ളത് അല്ലേ? 15 ഫാക്ടേഴ്സാണ് 6² × 3² അല്ലേ. 6² × 3² ഘടകങ്ങളിൽ എത്ര ഘടകങ്ങളാണുള്ളത്? 15 ഘടകങ്ങളാണുള്ളത്. സി ക്വസ്റ്റ്യൻ റൈറ്റ് ദി കോമൺ ഫാക്ടേഴ്സ് ഓഫ് 225 ആൻഡ് 275. ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് പൊതു ഘടകങ്ങൾ ഏതൊക്കെയാണ് അല്ലേ. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. ഏതൊക്കെ 2 സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് നമുക്ക് ആ സംഖ്യ കിട്ടുക, അതാണ് ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലേ. 225. അപ്പോൾ 5 എന്താണ്? എന്തായാലും ഒരു കോമൺ ഫാക്ടറാണ്. അതുപോലെ 25 ഉണ്ട്. അതുപോലെ എന്താണ് 1 അല്ലേ. 1ഉം 5ഉം 25ഉം ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ഫാക്ടേഴ്സാണ്, പൊതു ഘടകങ്ങളാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ദി വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റെക്ടാങ്കിൾ വിത്ത് പെരിമീറ്റർ 60 cm ആർ ഇൻ ദി റേഷ്യോ 2:1. കാൽക്കുലേറ്റ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് അല്ലേ. നീളവും വീതിയും അല്ലേ, നീളവും ഉയരവും അല്ലേ, വിഡ്ത്തും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യാണ്. റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ അല്ലേ, ചുറ്റളവാണ് 60 തന്നിട്ടുള്ളത്. അതായത് 2 × L+B ആണ് 60 എന്ന് പറയുന്നത് അല്ലേ. 2 × L+B = 60. അങ്ങനെയാണെങ്കിൽ L+B ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 60/2 അല്ലേ. × 2 ഇങ്ങോട്ട് പോകുമ്പോൾ /2 എന്ന് വരും. 30 ആണ്. 2:1 റേഷ്യോയിലാണ് അല്ലേ. അപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 30 × 2/3 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 30 × 1/3 ആണ്. അതായത് 20ഉം 10ഉം അല്ലേ. വിഡ്ത്ത് നമുക്ക് 20 എന്നും കിട്ടും, ഹൈറ്റ് എന്ത് കിട്ടും അല്ലേ? 10ഉം അല്ലേ. 20ഉം 10ഉം വിഡ്ത്തും ഹൈറ്റും നമുക്ക് ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഇഫ് അനദർ റെക്ടാങ്കിൾ ഹാവിംഗ് പെരിമീറ്റർ 60 cm ഹാസ് വിഡ്ത്ത് ഓഫ് 18 cm വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ് അല്ലേ. ഹൈറ്റ് കാണാനുള്ളതാണ്. അപ്പോൾ വേറെ റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 60 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 18 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റില്ലേ, ഹൈറ്റാണ് h ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് ആണ്. വിഡ്ത്ത് പ്ലസ് ഇപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ് അല്ലേ. അത് എല്ലാം പാടെ ആഡ് ചെയ്യുക. അതായത് 2 × വിഡ്ത്ത് പ്ലസ് ഹൈറ്റില്ലേ, 4 സൈഡ് ഉണ്ടാവും. അതായത് വിഡ്ത്ത് പ്ലസ് ഹൈറ്റിൻ്റെ 2 അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് 2 × വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് ആണ്. അതാണ് പെരിമീറ്ററാണ് 60 തന്നിട്ടുള്ളത്. അപ്പോൾ വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് എന്താണ്? 60/2 അല്ലേ. × 2 ഇങ്ങോട്ട് വരുമ്പോൾ /2 ആവും. അതായത് 30 ആണ് അല്ലേ. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 30 മൈനസ് വിഡ്ത്ത് അല്ലേ. പ്ലസ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ്? മൈനസ് ആവും അല്ലേ. അപ്പോൾ 30 മൈനസ് വിഡ്ത്ത് എന്താണ്? 18 ആണെന്ന് തന്നിട്ടുണ്ട്. 30 മൈനസ് 18 എത്രയാണ്? 30 മൈനസ് 18 12 cm അല്ലേ. സെമി എന്ന് നമുക്ക് ഹൈറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഉത്തരം 12. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദി വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദിസ് റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിൻ്റെ വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്താണ്? അപ്പോൾ വിഡ്ത്ത് എത്രയാണ്? 18 ആണ് അല്ലേ. 18 ഹൈറ്റ് എത്രയാണ് നമുക്ക് കിട്ടിയ? 12 അല്ലേ. 18:12 ആണ്. അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ അല്ലേ. വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ അല്ലേ. വിഡ്ത്ത് എത്രയാണ്? 18, ഹൈറ്റ് 12 അല്ലേ. അപ്പോൾ 18:12. അതിനെ നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം, 3:2 എന്ന് എഴുതാം അല്ലേ. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി അല്ലേ, 3:2 എന്നും നമുക്ക് എഴുതാം അല്ലേ. 3:2 അല്ലേ. നെക്സ്റ്റ് ഇതിലുള്ള ആക്ടിവിറ്റി 3 നമ്മൾ
ഇതിലെ മൂന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. ആക്ടിവിറ്റി 3 ക്വസ്റ്റ്യനെ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ഈസ് ഡ്രോൺ ഓൺ വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു സൈഡിൽ എന്താണ് ഒരു സ്ക്വയറിലെ ഒരു സമചതുരം, അതായത് 15 സെൻറ്റിമീറ്ററിൽ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയുള്ള പരപ്പളവുള്ള ഒരു സ്ക്വയർ ഉണ്ട്, സമചതുരമുണ്ട് അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ ദി ലെങ്ത് ഓഫ് ദി other 2 സൈഡ്സ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഇതിൻ്റെ ഈ റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണത്തിൻ്റെ ബാക്കി 2 വശങ്ങളിലെ 2 സൈഡ്സ് ഏതൊക്കെയാണ്? ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബാക്കിയുള്ള 2 സൈഡ്സിലെ 2 വശങ്ങൾ, മറ്റ് 2 വശങ്ങൾ, അതായത് ഈ ഒരു സൈഡിൽ നിന്നാണ് ഈ സ്ക്വയറിൽ, അതായത് 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു സൈഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 സൈഡ് കാണാൻ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഈ കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. ഈ സി സ്ക്വയർ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ, എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഈ 2 വശങ്ങളുടെയും സ്ക്വയർ ആണ്. അപ്പോൾ ഈ സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുന്നതാണ് ഈ അല്ലേ. അപ്പോൾ ഈ സൈഡ് 8ഉം ഈ സൈഡ് എ ആണെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി അല്ലേ. അതായത് ഇത് 8 സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലേ, അതായിരിക്കും 15 എന്ന് പറയുന്നത് അല്ലേ. 64 മൈനസ് 49 ഈ സൈഡ് കിട്ടണമെങ്കിൽ ഈ സൈഡ് 15 ആണ്. അപ്പോൾ ഈ സൈഡ് 15 ആവണമെങ്കിൽ ഇതിൻ്റെ സ്ക്വയറിൽ നിന്ന് ഇത് മൈനസ് ചെയ്താണ് ഈ സൈഡിലെ, ഇത് രണ്ടും ആഡ് ചെയ്തതാണ് ഈ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് ഇല്ലേ ഈ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറിൽ നിന്ന് മൈനസ് ചെയ്തതാണ്, ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറിൽ നിന്നും ഇത് മൈനസ് ചെയ്യുന്നതാണ് ഈ സൈഡ് എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുന്നതാണ് ഈ സൈഡ്. അതായത് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ് ബി സ്ക്വയർ അല്ലേ. അതായത് സി സ്ക്വയറിന് ഈ എ സ്ക്വയർ മൈനസ് ചെയ്യുന്നതാണ് ഈ വശം അല്ലേ. സി സ്ക്വയറിന് ഈ വശം മൈനസ് ചെയ്യുന്നതാണ് അടുത്ത വശം എന്ന് പറയുന്നത്. അപ്പോൾ 15 കിട്ടണമെങ്കിൽ ഇവിടെ 8 എയുമാണ് നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ദി ഏരിയ ഓഫ് എ സ്ക്വയർ വെജിറ്റബിൾ ഗാർഡൻ ഈസ് 256 സ്ക്വയർ മീറ്റേഴ്സ്. ഒരു വെജിറ്റബിൾ ഗാർഡൻ്റെ ഏരിയ, അതായത് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പരപ്പളവ് 256 സ്ക്വയർ മീറ്റർ ആണ്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് വൺ ഓഫ് ഇറ്റ് സൈഡ് അല്ലേ. അതിലൊരു വശത്തിൻ്റെ സൈഡ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏരിയ അല്ലേ 256 ആണ്, അതായത് സൈഡ് ഇൻറ്റു സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വശം കിട്ടാൻ അതിൻ്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ. റൂട്ട് ഓഫ് 256 അതായത് 16 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ബി 16 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ, ഒരു സൈഡ് എന്ന് പറയുന്നത്. ഒരു വശം കാണാൻ അതിൻ്റെ റൂട്ട് എടുക്കുക. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ ഓഫ് 72 സ്ക്വയർ സെൻറ്റിമീറ്റർ. 72 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരക്കാനാണ് പറഞ്ഞത്. ഒരു സമചതുരം വരക്കാനില്ലേ, 72 പരപ്പളവുള്ള ഒരു സമചതുരം സ്ക്വയർ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ വരക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ കഴിഞ്ഞ 2025 മാർച്ചിൽ കഴിഞ്ഞ മാത്സിലെ ഗണിതത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.